സമൂഹത്തിന്റെ അംഗീകാരമില്ലാതെ വിവാഹം കഴിക്കാതെ നിയമവിരുദ്ധമായി ഒരു പ്രത്യേക വർഷത്തെ എഗ്രിമെന്റിൽ ഒന്നിച്ച് താമസിക്കുക തുടങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അറിയുന്നില്ലെന്നേ ഉള്ളൂ. ജോലിക്ക് പോകുന്നതാ, പഠിക്കാൻ പോകുന്നതാ, പെങ്കൊച്ച് ഹോസ്റ്റലിലാ കയറുന്നത്, വെളുപ്പിനെ ഇറങ്ങുന്നത് വേറെ സ്ഥലത്ത് നിന്നാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പേര് കോഹാബിറ്റേഷൻ. അറിയാമോ? ലോകം മുഴുവൻ സംഭവിച്ചു. വയസ്സ് 27, വയസ്സ് 28, സുന്ദരൻ സുന്ദരി, നല്ല ജോലി, ആരോഗ്യം, കല്യാണം ആലോചിച്ചാൽ തെറിപ്പിച്ചു വിടും. കല്യാണം വേണ്ട, ചോദിച്ചാൽ പഠിക്കട്ടെ, ഇച്ചിരി കഴിയട്ടെ. സംഭവം എന്നാന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നുമല്ല. മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ, ഒരു പിതാവ് എന്നുള്ള രീതി ഞാൻ പറയാം, ഓരോ ചെക്കും അയക്കുമ്പോൾ കരം വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകുന്നേരം എത്ര തിരക്കാണെങ്കിലും പാവിരിച്ച് ഒരു തുള്ളി കണ്ണുനീര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒഴുക്കിക്കോ. ശത്രു അത്ര തകർത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ലൈഫ് വിത്തൗട്ട് മാരേജ്, കോഹാബിറ്റേഷൻ, അതിന്റെ ഭീകരത ഞാൻ ഇവിടെ വർണ്ണിക്കുന്നില്ല. അടുത്തതിലേക്ക് വരാം. ഗർഭധാരണം, പ്രസവം. ഇനി ദൈവം ഈ ഭൂമിയെ വെച്ചോണ്ടിരിക്കുമോ നിങ്ങളങ്ങ് ചിന്തിച്ചു. ദൈവം തമ്മിൽ ആ സ്ത്രീയോട് പറഞ്ഞതാ, നിനക്ക് ഞാൻ ഗർഭധാരണവും പ്രസവവും. എന്താ? ഇറ്റ് ഈസ് നോട്ട് എ കേഴ്സ്, ഇറ്റ് ഈസ് എ കോഴ്സ്. ഫാമിലി ഉണ്ടാകാൻ. അറിയാമോ? എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ 9 മാസം കിടന്നു. നിങ്ങളും മുഴുത്തവരാ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങളൊരു കളി കളിക്കും. എല്ലാ ശനിയാഴ്ച കളിയുള്ളൂ. എന്നാന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചി ഏത്തക്കാപ്പം ഉണ്ടാക്കി. ഇന്നത്തെ കാര്യമല്ല, 65 വർഷം മുമ്പുള്ള കാര്യമാണ്. അമ്മച്ചി ഏത്തക്കാപ്പം ഉണ്ടാക്കി. അന്ന് 4 മണിക്ക് ഒരു കളി. ഞാൻ, അച്ഛൻ, ചേട്ടൻ പാവവാ, ചേട്ടൻ കപ്പിയാര്, ഇരുമ്പ് പിഞ്ഞാണ് എടുത്ത് പുള്ളി സ്പൂണ് കൊണ്ട് മണി അടിക്കും. വിശ്വാസികൾ ഇളയ പങ്കന്മാര് 3 വരും. അവരിയ്ക്കും, ഞാൻ പാട്ടുപാടും, പ്രാർത്ഥിക്കും, ചേട്ടൻ കപ്പിയാര് കൂടെ കൂടും. ഒടുവിൽ അച്ഛൻ വിളിച്ചു പറയും, സ്വത്രാഴ്ച എടുക്കാം. കപ്പിയാര് പ്ലേറ്റ് തെറ്റിക്കും. അച്ഛൻ ആദ്യം കിട്ടിയത് അങ്ങോട്ട് വെക്കും, ഏത്തക്കാപ്പം. കപ്പിയാര് രണ്ടാമത് വെക്കും. വിശ്വാസികൾ 3 വെക്കും. ഏത്തക്കാപ്പം 5 വരും. ഞാൻ പറയും പ്രാർത്ഥിക്കാം. കപ്പിയാരും കണ്ണടയ്ക്കും, വിശ്വാസികളും കണ്ണടയ്ക്കും. അച്ഛൻ 5 എണ്ണം എടുത്ത് കിടക്ക കപ്പക്കാലായി. അവിടുന്ന് വഴക്ക് അമ്മച്ചിയുടെ ചേർന്ന് പറയും, അമ്മച്ചി ഒരു കിഴുക്ക് എനിക്കിട്ട് അവർക്ക് വേറെ കൊടുക്കും, പിന്നെ ഇണങ്ങും, അതിന്റെ കുറച്ചുകൂടെ കിട്ടും. എന്തേ? ഇന്നും ഉണ്ടല്ലോ, ആ ബന്ധം വിട്ടിട്ടില്ല. അറിയാമോ? ഒരാൾ അമേരിക്കയില, ഒരാൾ ബാംഗ്ലൂരില. ഇന്ന് രാവിലെ കൂടെ ഒരാൾ വിളിച്ച്, നിനക്ക് വല്ലതും വേണോ? എന്താ? എനിക്കും നിങ്ങൾക്കുള്ള സ്നേഹം. എന്റെ ദൈവം ഒരമ്മയുടെ വയറ്റിൽ നിന്നും നമ്മൾ വന്നോ. പക്ഷേ സയൻസ് പറയുന്നു, ജപ്പാൻകാർ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ പേര് ബയോണിക് ടെക്നോളജി. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ പറയാതിരിക്കാൻ ഒക്കത്തില്ല, അവരും ഇത് അറിഞ്ഞിരിക്കട്ടെ. ജപ്പാൻകാരൻ പറയുന്നു, പെൺപിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ പ്രസവിക്കണ്ട, ഈ വേദനയൊന്നും അനുഭവിക്കണ്ട, ദേഹത്ത് നീര് വെക്കണ്ട, സൗന്ദര്യം കളയണ്ട, ഞങ്ങൾ ഏറ്റു. ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ഡോക്ടേഴ്സ് വിടണം. അവർക്കറിയാം 72 മണിക്കൂറിന് അവിടെ ഒന്നുമില്ല, കാണാൻ പോലും ഒന്നുമില്ല, വെറും ഒരു പാട് മാത്രം. അതിനാ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഭാഷയെ പറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റ്, ചെറിയൊരു കൊമള. അതാകുമ്പോൾ ശരീരത്തിന് ഇൽ ഫീലിംഗ് ഉണ്ടാവും, വൊമിറ്റിംഗ് പോലും ചെയ്യത്തില്ല, എന്തോ ഒരു വല്ലായ്മ. അന്നേരം അവരോട് പറഞ്ഞാൽ മതി, അവരിങ്ങ് വരും, കാശ് കൊടുക്കണം. ജപ്പാൻകാർ പറഞ്ഞ ബയോണിക് ടെക്നോളജി. അവർ വന്ന് ഇലക്ട്രോണിക് ആബ്സസിൽ സംഗതി ഇങ്ങ് എടുക്കും, എങ്ങും കൊണ്ടുപോകത്തില്ല. മുറിക്കകത്ത് ഒരു ഗ്ലാസ് ചേംബർ കൊണ്ടുവരും, അതിനകത്ത് ഇതിടും, നമുക്ക് കാണാൻ പോലും ഇല്ല. അമിനിയാറ്റിക് ഫ്ലൂയിഡ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി, അമിനിയാറ്റിക് ഫ്ലൂയിഡ് അതിനകത്തിടും. 8 വയർ കൊടുക്കും, കമ്പ്യൂട്ടറും വെക്കും, ഇൻവെർട്ടറും വെക്കും. അവർ പോകും, ഇത് അതിനകത്ത് കിടന്ന് വളർന്നോളും. ഛർദിക്കണ്ട, തലകറങ്ങണ്ട, ഇതിനകത്ത് റെഡി, സൂപ്പർ പ്ലാൻ. ജോലിക്ക് പോകാം, ശരീരം കളയണ്ട, പ്രസവ വേദന ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു മുറിയിൽ ഇതും വളരും, അപ്പുറത്തെ മുറി മീനും വളരും. ഭയങ്കര ഭീകരത കേട്ടോ. 3-ാം മാസത്തിൽ അവർ വരും. അവർ വന്നിട്ട് പറയും, ഹല്ലേലൂയ, ഡിസ്കുമായിട്ട് അവർ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ മിടുമിടുക്കൻ ആളുകളുടെ കളറുള്ളവരുടെ നിറം കൊണ്ട് വരിക. നോക്കിയിട്ട് പറയും, പെങ്കൊച്ച് വെളുത്തതാ, ഭർത്താവ് കറുത്തതാ, കൊച്ചിന്റെ നിറം ഇരുനിറവാ, നിങ്ങൾക്ക് ആരുടേത് വേണം? ലോകത്തിലെ സുന്ദരന്റെയും സുന്ദരിയുടെയും ഡിസ്കും കൊണ്ട് വന്നിരിക്കുക. കാശ് കൊടുത്താൽ മതി, ആ നിറം അങ്ങോട്ട് കയറ്റും. അറിയാമോ? 5-ാം മാസത്തിലും വരും. പുരികം എങ്ങനെ വേണം, വായ എങ്ങനെ വേണം, ചുണ്ട് എങ്ങനെ വേണം, ചെവി എങ്ങനെ വേണം, തലമുടി എത്ര വേണം, അതിന്റെ പേരാ ഡിസൈൻ ബേബി. തീർന്നില്ല, ഒടുവിൽ ഭയങ്കരത്വം 7-ാമത്തെ മാസത്തിൽ വരും. അവർ പറയും, നിങ്ങളുടെ കൊച്ചു മാക്സിമം ഇന്നതാകും, ഒരു ക്ലർക്കാകാം, ഒരു മെക്കാനിക്കാകാം, അതിനുള്ള കപ്പാസിറ്റിയെ ന്യൂറോ സിസ്റ്റത്തിനുള്ളൂ, നിങ്ങൾക്ക് ആരെ വേണം?
പെങ്കൊച്ച് പറയും എൻ്റെ മകൻ ഡോക്ടർ ആകണം, ഇല്ലേ? ഹസ്ബൻഡ് പറയും എഞ്ചിനീയർ ആകണം. പിന്നെ അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പ്, അടുത്തതാക്കാം എഞ്ചിനീയർ, ഇത് ഡോക്ടർ. ലോകത്തിലെ മിടുമിടുക്കൻ ചെറിയ പുള്ളികളുടെ ഒന്നുമല്ല, അടിപൊളി മിടുക്കന്മാർ ഡോക്ടർമാരുടെ ഹല്ലേലൂയ ഡിസ്കുമായിട്ട് വന്നിരിക്കുക. ഹല്ലേലൂയ കയറ്റി വിട്ടിട്ട് 9ാമത്തെ മാസത്തിൽ ഒരു വന്ന് ഈ ഗ്ലാസ് ചേംബർ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് അമിനിയോട്ടിക് ഫ്ലൈഡ് ഊറ്റി കളഞ്ഞിട്ട് ഇലക്ട്രോണിക് സ്പഞ്ച് കൊടുത്തിട്ട് കുഞ്ഞിനെ എടുത്ത് കൈ കൊടുക്കും. കരയുന്ന കുഞ്ഞ്, ജീവനുള്ള കുഞ്ഞ്. പക്ഷേ ഇതിന് കൊടുക്കാൻ അമ്മയുടെ ശരീരത്തിൽ പാലില്ല, ഇതിന് മാതൃത്വമില്ല. ഇത് വളർന്നു വരും. ആ കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കരവ് കടത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. സംഭവിച്ചു കഴിഞ്ഞറിയാമോ? ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ച് ഇപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ദൈവമക്കൾ മാറിയിട്ട് മതിയെന്ന്. ഈ രാജ്യവും അങ്ങനെ തന്നെ പറയും. പക്ഷെ ലോകത്തിൽ സംഭവിക്കും. ആദ്യമൊക്കെ അറച്ചു നിൽക്കും. ഇതിന്റെ പേരാ ഡിസൈൻ ബേബി. പ്രസവിക്കണ്ട, അവര് നോക്കിക്കോളും. അമ്മ പ്രസവിക്കാത്ത ഒരു തലമുറ വരാൻ പോവുക. ഹല്ലേലൂയ. വിശദീകരിക്കാൻ നേരമില്ല. നിങ്ങൾ തിന്നുന്ന കോഴിമുട്ടയുണ്ടല്ലോ, ഒരു മുട്ട 40 ദിവസം കൊണ്ട് 2.5 കിലോ ആകുന്നതാ. ആ തള്ളക്കോഴിയെ നോക്കിക്കോണം. അതിന് ഒരു ക്യാരക്ടർ വ്യത്യാസവും ഇല്ല, അറിയാമോ? നാടൻ കോഴിയെ പിടിച്ചാൽ കരയും, ഇതിനെ കൊല്ലാൻ പിടിച്ചാൽ കരയത്തില്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് നിവർന്ന് തല ഉയർത്തുകയും. മറവി തമ്പുരാൻ വെച്ച ഒരു സിസ്റ്റമാണ് ഇന്ന് കളഞ്ഞത്. എങ്ങനെയാ മറവി വരുന്നത്? എന്തിനാ മറവി എന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് നമ്മൾ മെന്റലാവും. ഒരു പെങ്കൊച്ചന്റെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായുള്ളൂ, ഹസ്ബൻഡ് ആക്സിഡന്റ് മരിച്ച പെൺകുട്ടി മെന്റലാകും. എൻ്റെ 1 ലക്ഷം രൂപ പോയി, ആ ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞാൽ മെന്റലാകും. അതിന് തമ്പുരാൻ വെച്ചതാ മറവി. ഒരാളോട് പിണക്കമുണ്ട്, ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു തണുത്തു. മറവിയാ. മറവി നല്ലതാ. ഏതാ? ദശാംശം കൊടുക്കാൻ മറക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടുന്നായി മറവി വരുന്നറിയാമോ? തലച്ചോറിനകത്ത് ഒരു ജീനുണ്ട്, അവന്റെ പേരാ BDNS. ശാസ്ത്രജ്ഞന്മാരത് പറിക്കാൻ തുടങ്ങി, അറിയാമോ? മറവിയില്ലാത്തൊരു തലമുറയെ കൊണ്ടുവരിക. മറവിയില്ലാത്തൊരു തലമുറ, അതാ സമാധാനം എടുത്തു കളയും. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒടുവിൽ പറയട്ടെ, ഭയം. തമ്പുരാൻ വെച്ച ക്യാരക്ടറാ ഭയം, അറിയാമോ? ഒരു കാർ എതിരെ വരുന്ന മാറുന്നത് പോലീസുകാരെ പേടിച്ചില്ല, പേടിയാ. ഇടിക്കുവോ? ഇല്ലേ? പാമ്പ് കയറി വരിക, മാറിപ്പോകുന്ന എന്താ? ഭയമാ. ഭയം ആവശ്യമാ. ദൈവം വെച്ച സിസ്റ്റമാ ഭയം, അറിയാമോ? മേലധികാരിയെ കാണുമ്പം ഒരു ഭയം ആവശ്യമാ. മക്കൾക്ക് മാതാവിനെയും പിതാവിനെയും കാണുമ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു ഭയം ആവശ്യമാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ ഒരു ചെറിയ ഭയം ആവശ്യമാ. ചിലയിടത്തൊക്കെ തിരിച്ചും, ഇവിടെ അല്ല കോട്ടയത്തെ. ഇതെല്ലാം നല്ലതാ. പ്രൈസ് ദി ലോർഡ്. എവിടുന്നാ ഭയം വരുന്നതെന്നറിയാമോ? സയൻസ് കണ്ടുപിടിച്ചു. തലച്ചോറിനകത്തെ, ബ്രെയിൻ സിസ്റ്റത്തിനകത്തെ ഹല്ലേലൂയ അമഗ്ദല എന്നൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ ഹിപ്പോകാമ്പസിൽ അതിനകത്തൊരു ജീനുണ്ട്. അതിന്റെ പേരാണ് സ്റ്റാൽമിൻ. അമേരിക്കക്കാരന്മാരത് പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഭയമില്ലാത്ത ആളുകളെ സൃഷ്ടിക്കുന്നു. എന്തിന്? വേറെ ഒരു ലോകം വരാൻ പോകുക. പിശാച് ഭരിക്കുന്ന ഒരു ലോകം വരിക. ആരെയും ഭയമില്ലാത്ത ഒരു ലോകം. ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. കർത്താവ് വെച്ച 5ാമത്തെ കാര്യമാണ് വാർദ്ധക്യം. ഇത്രയും അനുഗ്രഹം വേറെ എങ്ങുമില്ല. നമുക്ക് 7 സിസ്റ്റമാ. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്ക, പിന്നെ അടുത്തത് വാർദ്ധക്യം. അന്നേരം ഒന്നും പോകത്തില്ല, സമാപ്തി. അങ്ങനെയാ. നീയോ അതിൻ്റെ പേരാ നല്ല വാർദ്ധക്യം. വാർദ്ധക്യവും നല്ല വാർദ്ധക്യവും. വാർദ്ധക്യം തുടങ്ങുന്ന 60-ലൊന്നും അല്ല, അറിയാമോ? 35 കയറി പിടിക്കും. പ്രൈസ് ദി ലോർഡ്. 35 കയറി പിടിക്കും. അന്നേരം അവിടെ ഇവിടെ 1-2 വെളുക്കുന്ന പറിച്ചു കളയുന്നത്. പിന്നെ അത് പറിക്കാതെ പറ്റുമ്പോഴാണ് വേറെ പരിപാടി ഉള്ളത്. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ആയില്ല. ചായോ ഞാൻ വരുന്നെന്നാ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ നല്ല വാർദ്ധക്യത്തിൽ. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ എത്ര ഭയങ്കരം നിങ്ങൾ കേട്ടോണം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ. എന്നാ സയൻസ് ഇപ്പൊ പറഞ്ഞേക്കണോ 80-നെ 28 തുടങ്ങിക്കഴിഞ്ഞു. കൊറിയയിൽ 80 വയസ്സുള്ള ഒരു വ്യക്തിയെ പ്രൊഫസർ, നാഷണൽ കൊറിയൻ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസർ ഉക്സങ് ഹാ, പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാ. പുള്ളി പറയുന്നു, ഞാൻ 70-നെ 28 കണ്ടുപിടിച്ചു. ചെയ്യുന്നതിന് എനിക്ക് സങ്കടമില്ല, ചെയ്യുന്ന മാർഗം ഹീനമാ. ആ ടെക്നോളജിയുടെ പേരാണ് ടെലിമറൈൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. നമുക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ടെലിമറൈൻ ഉണ്ട്. ഓരോ DNA-യിലും ആ ടെലിമറൈനിന്റെ അറ്റത്തെ ഒരു തൊപ്പി പോലൊരു വസ്തുവുണ്ട്. അതിന്റെ പേരാ ടെലിമറൈസ്. അത് പ്രായം ചെല്ലുമ്പോൾ തേഞ്ഞ് നീളം കുറയും. അവിടെയാണ് വാർദ്ധക്യം.
ശരീരത്തെ ഓരോ ഭാഗത്തെയും ടെലിമറൈൻ്റെ അറ്റത്തുള്ള തൊപ്പി പോലുള്ള ഒരു സാധനമുണ്ട്, ടെലിമറൈസ്. ആ ടെലിമറൈസിന്റെ നീളം കുറയുന്നതിന്റെ പേരാണ് വാർദ്ധക്യം. മുഖം ചുളുങ്ങും, കണ്ണിന് കാഴ്ച കുറയും, മുടി നരയ്ക്കും, ഓർമ്മ കുറയും. 25,000 ടെലിമറൈൻ തലച്ചോറിലുണ്ട്. 120 ദിവസം കൂടുമ്പോൾ ഓരോന്നും പോകും. പകരം തമ്പുരാൻ കിളിപ്പിക്കും. അങ്ങനെ വന്നൊരു 70-80 ആയാൽ കിളുക്കത്തില്ല. 25,000 കൊണ്ട് ജനിച്ച 80 വയസ്സുള്ള അപ്പച്ചൻ്റെ തലയിൽ എത്ര കാണുമെന്നറിയാവോ? കൂടിയാ 100. അതായി ഓർമ്മ പോകുന്നത്. അന്നേരം കാപ്പിയും കൊണ്ട് ഭാര്യ ചിലപ്പം ചോദിക്കുന്നത്, നീ ഏതാടി അല്ലേ? അന്നേരം ഭാര്യ പറയും, ഇത് ഞാൻ വെച്ച് വിളമ്പിയത് വെറുതെ അല്ലമ്മാമേ, ടെലിമറൈൻ പോയതാ. എന്നാൽ കേട്ടുകൊള്ളുക, അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഞങ്ങൾ 70-നെ 28 അതിന് ചെയ്യുന്ന ഹീനമായ മാർഗം. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഈ ലോകം എത്ര ഭയങ്കരമായി! ഇത് പറഞ്ഞെന്തിനറിയാവോ? ഈ തലമുറയിൽ ഈ ഹീനത നടക്കുന്നത് അധർമ്മത്തിന്റെ മൂർത്തി ലോകത്തിൽ ഭരിക്കും. മ്ലേച്ഛതയുടെ ചിറകിൽ, അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, മ്ലേച്ഛതയുടെ ചിറകിലായിരിക്കും ലോകം. കണ്ടുപിടിച്ചു എങ്ങനെ മാറ്റാമെന്ന് കണ്ടുപിടിച്ചു. ഹീനമാർഗം. ഒരു സഹോദരി ഗർഭിണിയാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4ാമത്തെ ദിവസം ഉള്ള ആ വസ്തുവിന്റെ പേര് ബ്ലാസ്റ്റോസിസ്റ്റ്. ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കറിയാം. ഗൈനക്കോളജിസ്റ്റിനറിയാം, നേഴ്സസിനറിയാം. അവിടെ ഒന്നുമില്ല, ഒരു കുഞ്ഞു ബോള്. അത് വികസിക്കുന്നത് പുറം ഭാഗം പ്ലാസന്ന, അകഭാഗം ഞാനും നിങ്ങളും. ഈ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു ഇതിനകത്ത് മുഴുവൻ എന്നറിയാമോ? ഇതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത് ടെലിമറൈനെ ഹല്ലേലൂയ വർദ്ധിപ്പിക്കാം. ഇദ്ദേഹം കണ്ടുപിടിച്ച പരിപാടി ഹല്ലേലൂയ 4 ദിവസം 5 ദിവസം ഗർഭിണികളായ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് അതെടുത്ത് ഹല്ലേലൂയ പരുവപ്പെടുത്തി 80-കാരൻ കളവൻ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ 28 ഏതോ വീട്ടിൽ ഓടി നടക്കേണ്ട, ഏതോ തൊട്ടിൽ കളിച്ച് നടക്കേണ്ട ഒരു പെൺകുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് 80-കാരൻ കിളവനെ 28 ലോകം വരുമ്പോൾ എൻ്റെ ദൈവം കയ്യും കെട്ടിയിരിക്കത്തില്ല. ഈ മ്ലേച്ഛത പെരുകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ദൈവം തകർക്കും. തീർന്നില്ല. ഈ വയസ്സിന് സൗന്ദര്യം വരുത്തുന്ന പരിപാടി വേറെയാ. ഞാനും നിങ്ങൾക്കും എങ്ങനെ സൗന്ദര്യം? 27 വയസ്സ് വരെ ഒന്നും ചെയ്യണ്ട, സൗന്ദര്യം തന്നെ കയറി വരും. പിന്നെ വേണമെങ്കിൽ വല്ലതൊക്കെ ചെയ്യാം. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ 9 മാസം കിടന്നതിന് ഗുണമാണ്. അമിനിയാറ്റിക് ഫ്ലൂയിഡിനകത്തൊരു സാധനമുണ്ട്, OCT4. അതെൻ്റെ ദേഹത്തിൽ 9 മാസം മുട്ടിക്കിടന്നതായി സൗന്ദര്യം. അതിൻ്റെ എഫക്റ്റ് എത്രയാണെന്നറിയാമോ? 27 വയസ്സ് വരിക. ഈ പുള്ളി അത് കണ്ടുപിടിച്ചറിയാമോ? അതും കൂടെ എടുത്ത് ഈ കളവൻ്റെ ദേഹത്ത് പിടിപ്പിക്കാൻ പോകുക. ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ പ്രിയൻ കയ്യും കെട്ടിയിരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രസവം വേണ്ട, വാർദ്ധക്യം വേണ്ട, ഭയം വേണ്ട, വിവാഹം വേണ്ട, മറവി വേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയൻ പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവരെ, നിങ്ങൾക്കിനി ഈ ലോകം കൊള്ളത്തില്ല. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. 2 കാര്യം ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. 2 സംഭവം. ഒന്ന്, നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാം ഈ ജീവിതത്തിന് എന്താ നാളെ ഞാൻ ജീവിക്കുമെന്ന്. എന്നാ തെളിവ്? ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ ജീവിക്കുമെന്ന് എന്നാ തെളിവ്? കോട്ടയത്ത് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞ വർഷം. 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ. മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റിലും മഞ്ഞപ്പിത്തം, യോണ്ടീസ് വർദ്ധിച്ചു. ഗവൺമെൻറ്റിന് നാണം കേട്. ഗവൺമെൻറ് കളക്ടറോട് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ. ഒരു വനിതയാ, ലേഡിയാ കളക്ടറെ. കോട്ടയം കളക്ടർ പൊതുസമ്മേളനം വിളിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സെമിനാർ. ഇതുപോലെ പബ്ലിക്കിനെ മുഴുവൻ 2 സൈഡിൽ ഇരുത്തി പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് വന്നിരുന്നു. കളക്ടർ അധ്യക്ഷ, ചീഫ് പ്രൊഫസർ വൈറോളജിസ്റ്റ് ക്ലാസ് എടുത്തു പബ്ലിക്കിനെ. അദ്ദേഹം എടുത്ത വിഷയം, മഞ്ഞപ്പിത്തം പകരാതിരിക്കണമെങ്കിൽ 10 മിനിറ്റ് വെള്ളം തിളപ്പിക്കണം. 10 മിനിറ്റ് വരെ വൈറസ് ജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം താഴെ ഇരുന്നു. കളക്ടർ പറഞ്ഞു, പൊതുജനങ്ങൾ അഭിപ്രായം പറ. ഡോക്ടർമാരും പ്രൊഫസർമാരും ഇരിക്കുന്നത് ഏത് പൊതുജനം എന്നാ പറയാനാ? എന്നിട്ടുണ്ടോ കളക്ടർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറ, എന്നാലല്ലേ സെമിനാർ പൂർത്തീകരിക്കത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഏറ്റവും ഫ്രണ്ടിൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് 63 വയസ്സ് പ്രായമുള്ള ഒരു ദേവസ്യാച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാട്ടുകാരിട്ട പേര് മെഡിക്കൽ കോളേജ് ദേവസ്യാച്ചൻ. ബിസിനസ്സുകാരനാ. തൻ്റെ വരുമാനം മുഴുവൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവാക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആർക്കേത് ആവശ്യത്തിനും, ഡോക്ടേഴ്സിനും നേഴ്സസിനും രോഗികൾക്കും എല്ലാം അത്താണി. അദ്ദേഹം അവിടെ ഇരുന്നു. അന്നേരം ആരും അനങ്ങുന്നില്ല. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, ദേവസ്യാച്ചനെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു നമുക്ക് തീർക്കാം ഈ സെമിനാർ. അദ്ദേഹം സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പറഞ്ഞു, എൻ്റെ ഡോക്ടർമാരെ, ഞാൻ നിങ്ങളോട് ഉടക്കാൻ വന്നതല്ല, പക്ഷേ
ബഹുമാനപ്പെട്ട കളക്ടറും ഡോക്ടറും പറഞ്ഞതുകൊണ്ട് ഒരു സംശയം ഞാൻ ചോദിക്കുക, തെറ്റിദ്ധരിക്കരുതേ. ഇവിടെ ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞു 10 മിനിറ്റ് വെള്ളം തിളപ്പിക്കണോ, സത്യം. എങ്കിൽ എൻ്റെ ഭാര്യ സാറാമ്മ ദോശയ്ക്ക് സംബന്ധി ഉണ്ടാക്കുന്നത് തിളപ്പിക്കത്തില്ല, ചൂടാക്കത്തേ ഉള്ളൂ, വൈറസ് ചാകുമോ? എല്ലാവരും കൈയടിച്ചു. എന്നാ നല്ല ചോദ്യം അല്ലേ? ദേവസ്യാച്ചൻ പോയി താഴെ ഇരുന്നു. കളക്ടർ പറഞ്ഞ ഡോക്ടർമാർ മറുപടി പറയാൻ പറഞ്ഞു. ഒരു ഡോക്ടർ പറഞ്ഞു പോയതേ ഉള്ളൂ 10 മിനിറ്റ് എന്ന്, വേറൊരു ഡോക്ടർക്ക് എതിര് പറയാനോ. എങ്കിലും ഡോക്ടർമാർക്ക് തമ്പുരാൻ സ്വതവേ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവരതിന് മറുപടി പറയും. വേറൊരു ഡോക്ടർ പറഞ്ഞു അതൊക്കെ ശരിയാ, പിന്നെ ഇതിനകത്ത് സംബന്ധിക്കാതെ ഉള്ളിയും മുളകും ഉള്ളതുകൊണ്ട് അതിന്റെ എഫക്ട് ചത്തോളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. എല്ലാവരും ദേവസ്യാച്ചനെ നോക്കി ഒരു സംഭവം കേൾക്കണോ? ദേവസ്യാച്ചൻ ചിരിച്ചോണ്ട്, ഇത് പറഞ്ഞ ദേവസ്യാച്ചൻ ചിരിച്ചോണ്ട് അടുത്തിരുന്ന കാർഡിയോളജിസ്റ്റിന്റെ മടിയിലോട്ട് തലവെച്ചു മരിച്ചു. കാർഡിയാക് അറസ്റ്റ്. നാളെ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്നു, വല്ല തെളിവുമുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി പറയാം, എൻ്റെ പ്രിയൻ ഈ പ്രസംഗം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്ന് രാത്രി പറയാം, ഈ തലമുറയിൽ ഇത് സംഭവിക്കും. അത്യതളർത്ത തലമുറയിൽ എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എതിർ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ആറ്റം തയ്യാറാക്കി, നെറ്റിയിലും കയ്യിലും മോട്ടോളക്കാര് ചിപ്പിറക്കി കഴിഞ്ഞു. അതിന് തയ്യാറായിക്കൊണ്ട് സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞു. ഇത് സംഭവിക്കുമ്പോൾ ആത്മാവിന്റെ മുദ്രയുള്ളവർ എടുക്കപ്പെട്ടിരിക്കും. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഒരു സംഭവം കൂടെ ഞാൻ പറയാം. എന്നൊക്കെ നിങ്ങൾക്കറിയാം. ലോകം കണ്ട ഇവാക്യുലേഷൻ 2 ഒന്നുകൂടെ നോക്കണേ, ഒരു മിനിറ്റ്. 2 ഇവാക്യുലേഷൻ ലോകം കണ്ടു, ഒഴിച്ചുമാറ്റൽ ലോകം കണ്ടത് ഈ തലമുറയിൽ, ഈ നൂറ്റാണ്ടിൽ. 1, 2ാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ പറഞ്ഞു യൂറോപ്പിലുള്ള മുഴുവൻ ബ്രിട്ടീഷുകാരെയും കൊല്ലുമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 6 വല്ലച്ചാതിയും മുഴുവൻ ബ്രിട്ടീഷുകാരെയും യൂറോപ്പിൽ നിന്ന് ഒഴിച്ചു മാറ്റി. 2ാമത് കണ്ട ഒഴിച്ചുമാറ്റൽ ലോകത്തിന് റെക്കോർഡ് ഇട്ടത് നിങ്ങൾ പങ്കാളികളാ, നിങ്ങൾ പങ്കാളികളാ. അതാ ലോകത്തിലെ സെക്കൻഡ് ഗ്രേറ്റ് ഇവാക്യുലേഷൻ ഒഴിച്ചു മാറ്റിയത്. ഇറാഖ് യുദ്ധം വന്നപ്പോൾ, ഇൻവേഷൻ വന്നപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാമ്പത്തിക പ്രാരാബ്ധം ഉണ്ടായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി. ആ ഒഴിച്ചു മാറ്റപ്പെട്ടവർ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അറിയാമല്ലോ. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ജോലി ചോദിച്ചില്ല, ശമ്പളം ചോദിച്ചില്ല, പണം ചോദിച്ചില്ല. ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടോ, നിങ്ങളെ ബോംബെയിൽ എത്തിക്കും. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ കയ്യിൽ രക്ഷയുടെ പാസ്പോർട്ട് ഉണ്ടോ? ഹല്ലേലൂയ. സ്വർഗ്ഗം നിന്നെ എത്തിക്കും. സഭയല്ല, മതമല്ല, ജാതിയല്ല. ഞാൻ സഭ മാറ്റാൻ വന്നതല്ല, മതം മാറ്റാൻ വന്നതല്ല. രക്ഷയുടെ പാസ്പോർട്ടുള്ള വ്യക്തികള് എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വന്നെടുക്കും. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുക. ഐ വിൽ ക്ലോസ് വിത്തിൻ 10 minutes. ഇന്ന് രാത്രി ഈ വചനം ഞാൻ പറയുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ആന്റി, എനിക്ക് നിങ്ങളെ വ്യക്തിപരെ അറിയാൻ മേല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിരവധി പേരുടെ പേർ ഇതുവരെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. വേണമെന്നുമുണ്ട്, വേണ്ടെന്നുമുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നീ നേരെ നിൽക്കുമോ? ദൈവത്തിന്റെ ക്യാമറ, വീഡിയോ ക്യാമറ നിങ്ങളുടെ ഇരിപ്പ് റെക്കോർഡ് ചെയ്യുന്നു. ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. ഇന്ന് രാത്രിയിൽ ഏറ്റവും നല്ല അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പാപം ചെയ്തവരാ. ഞാനും ഒരു പാപിയായിരുന്നു, അറിയാമോ? ഒരു പാപിയായിരുന്നു. തിരുനക്കര മൈതാനത്ത് ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയിലെ എനിക്കറിയാൻ മേലാത്തൊരു ദൈവദാസന്റെ പ്രസംഗം കേട്ടാൽ ഞാൻ മാനസാന്തരപ്പെട്ടത്. കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്ക് പറയാം? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? നല്ല ജോലി കാണും ആന്റി, കൊള്ളാം. നല്ല സാഹചര്യങ്ങൾ കാണും ആന്റി, കൊള്ളാം. എല്ലാം നല്ലതാ. പക്ഷേ ജീവപുസ്തകത്തിൽ പേരിടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ എന്ന് ചിന്തിച്ചേ. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരി ഞാൻ തെളിയിച്ചു. ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ഈ തലമുറ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറ മരണം വഴിയായി മാറാനുള്ളവരല്ല. ഒന്നുകിൽ എടുക്കപ്പെടും, അല്ലെങ്കിൽ സാത്താന്റെ കയ്യിൽ വീഴും, നെറ്റിയിലും കയ്യിലും മുദ്രയേൽക്കും. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രി ഒരു ദിനാർ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഹൃദയം ഒന്ന് തുറന്നാൽ മതി. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്.
മാനസിക ഭാരമുള്ള സഹോദര സഹോദരി, രോഗമുള്ള സഹോദര സഹോദരി, പ്രശ്നമുള്ള സഹോദര സഹോദരി, അതെന്റെ കർത്താവ് നിനക്ക് തന്നത് ഒരു അലാറമാ, നിന്നെ ഈ കൃപയിൽ കൊണ്ടുവരാനാ. ഇന്ന് രാത്രിയിൽ യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? കണ്ണുകൾ അടയ്ക്കാം, ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എനിക്ക് ആ തലമുറ ജീവിക്കണ്ട. അറിയാമോ, മ്ലേച്ഛത വർദ്ധിക്കും. ആർക്കും ആരെയും വിവാഹം കഴിക്കാം. വരാൻ പോവുക അപ്പനും മകനെന്നും മകളെന്നും ഉള്ള ബന്ധമൊക്കെ അങ്ങോട്ട് മാറ്റും അവൻ. അറിയാമോ, പിതാവും മക്കളും എന്നുള്ള ബന്ധമൊക്കെ മാറ്റും. അതാ മ്ലേച്ഛതയുടെ ചിറക്. പെൺകുഞ്ഞുങ്ങൾ പ്രസവിക്കണ്ട, അല്ലാതെ ചെയ്യുന്ന പരിപാടി, ഇത്ര ഹീനമായ പരിപാടികൾ നടത്തിക്കഴിഞ്ഞെങ്കിൽ എൻ്റെ തമ്പുരാൻ ഇത് നടപ്പിൽ വരുത്തുന്നതിന് മുൻപേ തൻ്റെ വൃതന്മാരെ ഒഴിച്ചു മാറ്റും. അത് നടക്കാൻ പോകുക. അതിനു മുൻപ് ഇന്ന് രാത്രിയിൽ ശാന്തമായിട്ടൊന്ന് സമർപ്പിക്കാം. വളരെ ശാന്തമായിട്ട് സമർപ്പിക്കാം. ശാന്തമായി യേശു